പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പങ്കുവെക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. എങ്കിൽ നമ്മൾ വളരെ ധന്യാത്മാക്കളാണ്, സുഹൃതികളാണ്. ഇങ്ങനെയുള്ളവർ വേണം ക്ഷേത്രത്തിലേക്ക് പോവാൻ. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ശിവന്റെ വിഗ്രഹത്തിന് മുമ്പിൽ നന്ദിയെ വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ വാഹനം കാളയാണ്. എന്താ ഭഗവാന്റെ വാഹനം കാളയേക്ക് വെക്കാൻ കാരണം? എവിടെ ധർമ്മമുണ്ടോ അവിടെ ശിവനുണ്ട്. ശിവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മംഗളമായൊരു ജീവിതമുണ്ട് എന്നർത്ഥം. എവിടെ ധർമ്മമില്ലയോ അവിടെ നിന്നും അമംഗളങ്ങളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ മംഗളം നിശ്ചയിക്കുന്നത് നിങ്ങൾ ആരുടെ മുകളിൽ യാത്ര ചെയ്യണു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എന്താ ഇതിനൊക്കെ അർത്ഥം? നമ്മളിതൊക്കെ താത്വികമായി മനസ്സിലാക്കി വെക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ അറുമുഖനാണ്. അറുമുഖൻ എന്ന് പറഞ്ഞാൽ 6 മുഖങ്ങളുള്ളവൻ. 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണമെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയാറ്. ഇതിനെ പറയും ഷഡ് ദർശനങ്ങൾ എന്ന് പറയും. എന്താണ് ഷഡ് ദർശനം? ഷഡ് എന്ന് പറഞ്ഞാൽ 6. ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ 6 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഭക്തി എന്താണെന്ന് മനസ്സിലാക്കണം, കർമ്മം എന്താണെന്ന് മനസ്സിലാക്കണം, കർമ്മം എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യണം അത് മനസ്സിലാക്കണം, ജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കണം, യോഗം അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് എന്താണ് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് എന്താണ് വൈരാഗ്യം അത് നമ്മൾ മനസ്സിലാക്കണം. വൈരാഗ്യം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഋഷീശ്വരന്മാർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പറയും ഷഡ് ദർശനം. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഭാഷ്യത്തിലാണ് പറയുന്നത്. അതിനൊക്കെ ടെക്നിക്കലി വേറെ ശബ്ദങ്ങളുണ്ട്. ഏതായാലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായി? സുന്ദരമായി തീർന്നു. അതാണ് മയിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതം സുന്ദരമായി തീർന്നു. അങ്ങനെ സുന്ദരമായൊരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് സർവ്വ വിഘ്നങ്ങളെയും ഹനിക്കാൻ സാധിക്കും. അപ്പൊ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സർവ്വ വിഘ്നങ്ങളെയും നശിപ്പിക്കാം. എന്താ വിഘ്നം എന്ന് പറയുന്നത്? അവിവേകമുള്ള മനസ്സ് അവരിൽ നിന്നും ഇല്ലാതെയാവും. അവിവേകമാണ് വിഘ്നം. അവിവേകം പോയി അവരിതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരും? വിവേകം വരും. ആ വിവേകമുള്ള മനസ്സ് കൊണ്ട് അവരുടെ മനസ്സ് സൂക്ഷ്മമാവും. ആ സൂക്ഷ്മതയുടെ പ്രതീകമാണ് എലി എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ദ്വാരത്തിലൂടെ കടന്നുപോയി ഇപ്പം നെല്ലാണ് അത് കഴിക്കുന്നതെങ്കിൽ നെല്ലിൻ്റെ ഉള്ളിലുള്ള ധാന്യം മാത്രമെടുത്ത് അതിൻ്റെ പുറംഭാഗം തൊലിച്ചു കളയുന്ന അല്ലെങ്കിൽ പതിരാക്കി കളയുന്ന ഒരു എലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് സൂക്ഷ്മമായി അത് തത്വം മാത്രം ഗ്രഹിച്ച് ബാക്കിയുള്ളതെല്ലാം അതിന് പതിരാക്കി അസത്തിൽ നിന്നും സത്തിലേക്ക് കടന്ന്, അതാണല്ലോ ഋഷീശ്വരന്മാര് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അപ്പൊ ഒരു വശത്ത് മൃത്യു, അസത്ത്, ഒരു വശത്ത് ഇരുട്ട്. അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ സൂക്ഷ്മമായി സത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് ജീവിതമെന്നും ശക്തിയുള്ളതായിരിക്കും. ഏത് അനുഭവങ്ങളെ നേരിടാനും അവരുടെ കൂടെ ആത്മീയമായൊരു ശക്തി ഉണ്ടാവും. ആ ശക്തിയുടെ പ്രതീകമാണ് പാർവതി എന്ന് പറയുന്നത്. നിങ്ങൾ സൗന്ദര്യ ലഹരി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശിവശക്തിയായുക്തോ ഭവതി ഖലു അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ശിവന്റെ ശക്തിയാണ് ആര്? പാർവതി ദേവി. സിംഹവാഹിനി എന്ന് പറഞ്ഞാൽ സിംഹം ശക്തിയുടെ പ്രതീകമാണ്. അതായത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ ഗീതയിൽ പറയും, ആർക്ക് ആത്മഫലമുണ്ടോ യസ്ത്വാത്മരതിരേവസ്യൽ ആത്മതുഷ്ടശ്ച മാനവ ആത്മന്യേവാത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അവന്റെ കാര്യത്തിൽ എനിക്ക് അല്പം പോലും വിഷമമില്ല, കാരണം ആത്മഫലമുള്ളവനാണവൻ. ഗാന്ധിജിയുടെ ആശ്രമത്തിൽ, സബർമതി ആശ്രമത്തിൽ ആചാര്യ വിനോഭാവെ ചേർന്ന കാലം, അദ്ദേഹം വളരെ 10-21 വയസ്സുള്ള സമയത്ത് മെലിഞ്ഞൊരാളായിരുന്നു ആചാര്യ വിനോഭാവെ. ആശ്രമത്തിലാണെങ്കിൽ, ഗാന്ധിജിയുടെ ആശ്രമത്തിലാണെങ്കിൽ ഓരോരോ ജോലികൾ ചെയ്യണത്രേ, വെറുതെ ഇരിക്കാൻ പാടില്ല. പിന്നത്തെ പോലെ പൈപ്പും സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല. വെള്ളമൊക്കെ കൊണ്ടുപോകണം, അതും ഇരുമ്പ് തൊട്ടിയിലാണ് വലിച്ചു കയറ്റേണ്ടത്.
ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ലല്ലോ പഴയ കാലത്ത്. ഈ ഇരുമ്പ് തൊട്ടിയിൽ വെള്ളമാക്കിയിട്ട് അത് ഏറ്റിക്കൊണ്ടു പോകണം. ഗാന്ധിജിയാണെങ്കിൽ ടോയ്ലറ്റ് കഴുകുന്ന ആള്, അപ്പൊ പിന്നെ വെള്ളമെങ്കിലും കൊണ്ടുവച്ചില്ലേ മോശമല്ലേ? ഈ ആചാര്യ വിനോഭാവയാണ് ഈ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുക. അപ്പൊ ഒരു ദിവസം ഗാന്ധിജി ആരോടൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആചാര്യ വിനോഭാവി വെള്ളം കൊണ്ടുപോവാണ്. 2 ഇരുമ്പ് തൊട്ടിയിൽ നല്ലോണം നിറച്ച് വെള്ളമായിട്ട് അതിങ്ങനെ ആടുന്നുമുണ്ട്. അദ്ദേഹത്തിന് അത്രയുള്ളൂ ശക്തി. അപ്പൊ ബാപ്പു പറഞ്ഞു, ചോടോ विनोबा, छोड़ो, आपको तो शक्ति नहीं है, आप छोड़ो, काम दूसरा कुछ अलग करे, वो करेगा, छोड़ो छोड़ो. അപ്പോൾ ഉടനെ ആചാര്യ വിനോഭാവേ മറുപടി പറയാണ്, ബാപ്പുജി ശരീര ശക്തി तो नहीं है, बट हमको आत्मबल है. എനിക്ക് ശരീരശക്തി ഇല്ലെങ്കിലും ആത്മശക്തി ഉണ്ട് എന്നാണ് ഇത് പറയാൻ സാധിക്കുന്ന ഒരു ശക്തി. അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ആർക്ക് നമ്മളെ തളർത്താൻ സാധിക്കും? ഇതാണ് ശക്തിയുടെ പ്രതീകമായ ആര്? പാർവതി ദേവി. അങ്ങനെയുള്ളവരുടെ ജീവിതം എന്നും ശിവമാണ്, കരുത്തുള്ളതാണ്. ശിവം എന്നും മംഗളമാണ് എന്ന് വെച്ചാൽ എന്നും ആനന്ദമുള്ളതാണ്, എന്നും സന്തോഷമുള്ളതാണ്. ശിവം എന്നുള്ള ശബ്ദത്തിന് മംഗളം, ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ജീവിതത്തെ ആനന്ദമാക്കി മാറ്റാൻ നമുക്ക് ആരൊക്കെ വേണം? സുബ്രഹ്മണ്യ സ്വാമി വേണം, ഗണപതി വേണം, പാർവതി വേണം, ശിവൻ വേണം. ഇതൊക്കെ നമ്മളെ ഉയർത്താനുള്ളതല്ലേ? ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ശിവലിംഗത്തിന്റെ അടുത്ത് പോയിട്ട് പരമശിവ കാത്തുരക്ഷിക്കൂ, പാർവതി ദേവി കാത്തുരക്ഷിക്കൂ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ അവരറിയുന്നില്ല ആ ശിവനും പാർവതിയും ഒക്കെ എവിടെ ഇരിക്കണോ? നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കണമെന്ന്. ഈ ആത്മീയമായിട്ടുള്ളൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കുക വേണം. ശങ്കരാചാര്യസ്വാമികൾ പറയും, കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമദവാധാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതിന ജന്മശതേന. ഗംഗാസാഗര ഗമനം കുരുതേ. നിങ്ങൾ എത്ര വട്ടം ഗംഗയിൽ പോയി കുളിച്ചോളൂ, എത്ര വട്ടം നിങ്ങൾ സാഗരങ്ങളിൽ പോയിക്കോളൂ, പല അലഹബാദ് സംഗമങ്ങളിലോ പലയിടത്തും പോയിക്കോളൂ. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, ജ്ഞാനഹീന ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ മുക്തിം ന ഭജതി, മനസ്സിനെ അവിവേകത്തിൽ നിന്നും ഉയർത്താൻ സാധിക്കുകയില്ല. ഞാൻ ഇത്ര ധൈര്യത്തോടെ നിങ്ങളോട് പറയുന്നത്, എല്ലാ വർഷവും ഗംഗയിൽ കുളിക്കുന്ന ഒരാളാണ് ഞാൻ. അത് 3-4 വട്ടം കുളിക്കുന്ന ഒരാളാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഗംഗയിൽ കുളിച്ചതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് അങ്ങനെയൊന്നും ഉയർത്താൻ സാധ്യമല്ലാന്ന്. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് ഓർക്കുകയാണ് ഞാൻ. രാമകൃഷ്ണ പരമഹംസർ പറയും, ഗംഗയിൽ കുളിച്ചുകൊണ്ട് മനസ്സുയർന്നിരുന്നു എങ്കിൽ അവിടെ കുളിക്കുന്ന സകല പോത്തിനും അതിലുള്ള സകല മത്സ്യങ്ങൾക്കും എന്ത് വേണം? മനസ്സുയർന്നിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആത്മീയമായൊരു സംസ്കാരം ഇന്ന് നമുക്കത് കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം ഇന്നിപ്പോ ഹിന്ദു മതം എന്ന് പറയുന്നതുണ്ടല്ലോ ആകെ ഒരു ടെമ്പിൾ കൾച്ചറായി മാറി. ആളുകളത് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു അതിന്റെ റിയാലിറ്റി. അപ്പൊ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ ആകെ പ്രശ്നമാണ് ഇപ്പോൾ. കാരണം അയാളൊരു സ്പിരിച്വൽ ആളാണ്. അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു സമൂഹത്തിൽ. ഇത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പൂർവികന്മാര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഉറങ്ങിയിരിക്കുന്ന ശക്തികളെ ഉണർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അമ്പലത്തിൽ പോകുന്നതും നാമം ജപിക്കുന്നതും സ്വാമിയാവുന്നതും ഗൃഹസ്ഥനാവുന്നതും എല്ലാം നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ്. അപ്പം മനസ്സിനെയാണ് അവർ പ്രാധാന്യം കൊടുത്ത് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ള അറിവ് നമ്മൾ നേടിയെടുത്തിരിക്കണം. ഇതാണ് ഭാഗവതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏതായാലും പരീക്ഷത്ത് മഹാരാജാവ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ശിവന്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നന്ദിവാഹനനെ മുന്നിൽ വെച്ച് അത് തൊഴുതുകൊണ്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ നമുക്ക് ചോദിക്കണം, നമ്മളിൽ ഏതൊക്കെ ഉണ്ടാവണം? സത്യമുണ്ടാവണം, തപസ്സുണ്ടാവണം, ശൗചമുണ്ടാവണം, ദയവുണ്ടാവണം. ഇതുള്ളവർക്കേ ശിവന്റെ അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതുള്ളവരെ ശിവന്റെ അടുത്തേക്ക് പോവാൻ പാടുള്ളൂ. അല്ലാത്തവർ പോയാൽ അവിടെ എത്തില്ല. അവർക്ക് വെറുതെ ഒരു വിഗ്രഹം കണ്ട് തൊഴുതു വരാം, പരമശിവ കാത്തുരക്ഷിക്കണേ 2 അടി അവിടെയും ഇവിടെ അടിച്ചിട്ട് അവർക്ക് പോരാം. പ്രത്യേകിച്ച് അതിൽ പ്രയോജനം എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക്
എൻ്റെ അത്രയൊക്കെ ഭാഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ വർഷവും ചതുർയാം യാത്ര പോകാറുണ്ടോ നിങ്ങൾ? 2 വട്ടം കൈലാസത്തിൽ പോയിട്ടോ നിങ്ങൾ? ഒരുവിധമൊക്കെ ഞാൻ പോവാത്ത ക്ഷേത്രങ്ങളൊക്കെ കുറവാണ്, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും. പക്ഷെ നല്ല ബോധ്യത്തോടു കൂടിയിട്ടാണ് പറയുന്നത്, ഒരു ക്ഷേത്രത്തിൽ ചെന്നതുകൊണ്ട് ഒരു ദൈവത്തിനും നമ്മളെ മാറ്റാൻ സാധ്യമല്ല. നമ്മൾ തന്നെ വേണം നമ്മുടെ മനസ്സിനെ പിടിച്ചുയർത്താൻ. അതിന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഏതായാലും പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്നിട്ട് കണ്ടു ആ കറുത്ത വേഷധാരിയായിട്ട് ഒരാള്. അപ്പൊ ഇവനാണ് ഈ കാളയുടെ 3 കാലുകൾ ഒടിച്ചത് എന്ന്. അപ്പൊ എന്താ അതിനർത്ഥം? കാളയുടെ 3 കാലുകൾ ഒടിക്കുക എന്നുള്ളത് രാജാവ് മനസ്സിലാക്കി. ആ കറുത്ത വേഷധാരി എന്ന് പറയുന്നത് അയാൾ ചോദിച്ചു, നീ ആരാണെന്ന്. വാളെടുത്ത് വെട്ടാൻ നോക്കി. അപ്പോഴേക്കും അവൻ കാൽക്കൽ വീണു. പറയുന്നു, അവൻ ആരായിരുന്നു? കലിയായിരുന്നു. എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചോ അന്ന് ഇവിടേക്ക് ആര് പ്രവേശിച്ചു? കലി പ്രവേശിച്ചു. അവൻ രാജാവിന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയാണ്, രാജൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച അന്ന് മുതൽ എനിക്കിവിടേക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. അന്ന് മുതൽ ഞാൻ ഇവരെ ഉപദ്രവിക്കണു. എന്താ അതിനർത്ഥത്രേ? കലിയുഗമാകുമ്പോൾ വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് സത്യം മായ്ക്കാൻ പറ്റില്ല. കാരണം അവരെ നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ 3 എണ്ണത്തിന് മങ്ങലേൽക്കും. ഏതിനൊക്കെ മങ്ങലേൽക്കും? തപസ്സിന് മങ്ങലേൽക്കും, ശൗചത്തിന് മങ്ങലേൽക്കും, ദയയ്ക്ക് മങ്ങലേൽക്കും. അതൊന്ന് സംഭവിച്ചിട്ടുണ്ടോ? തപസ് എന്ന് പറയുന്നത് എന്തനുഭവങ്ങളും ഭഗവത് പ്രസാദമായി സ്വീകരിക്കാനുള്ള മനസ്സാണ്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളവർക്ക്? ഉണ്ടോ ഇല്ലയോ? എന്ത് വന്നാലും ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? അതുപോലെ തന്നെ ശൗചം, ക്ഷമിക്കാനുള്ള കഴിവ് കൂടുതലാണോ കുറവാണോ? എന്താ നിങ്ങൾ ഉത്തരം പറയാത്തത്? ദയ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? വേണ്ടാത്തതിന് എത്ര കാശ് ചെലവഴിക്കാൻ ആൾക്കാരുണ്ട് നോക്കൂ. ഡാൻസ് കളിക്കാൻ ആൾക്കാരുണ്ട്, അതിന് കളിപ്പിക്കാൻ ആൾക്കാരുണ്ട്. എന്നാൽ ഒരു 10 പേരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതിന് ആളുകൾ കുറവാണോ? ആണോ? നോക്കൂ നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പരീക്ഷിത്ത് മഹാരാജാവ് ആ നിമിഷം കലിയെ വെട്ടാൻ നിൽക്കുന്ന സമയത്ത് കലി പറഞ്ഞു, രാജൻ എന്നെ വെട്ടരുത് എന്ന്. പരീക്ഷിത്ത് മഹാരാജാവിനുണ്ടായ അനുഭവങ്ങളൊക്കെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശൗനകാദികൾ പറയാണ്, എന്നാലും സൂത മഹർഷി, ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം കലിയുടെ പ്രഭാവം തുടങ്ങിയ സമയത്ത് ഈ കലിയിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ ഞങ്ങൾക്കറിയാത്തൊരു സന്ദർഭത്തിലാണല്ലോ അങ്ങയെപ്പോലുള്ളൊരു മഹാത്മാവിനെ ഞങ്ങൾക്ക് കണ്ടുകിട്ടിയത്. അതുകൊണ്ട് അങ്ങയിൽ നിന്നും കോ നാമ തൃപ്യേത രസവിത്കഥായം മഹത്വമൈകാന്തപരായണസ്യ നാന്തം ഗുണാനാമ ഗുണസ്യ ജഗ്മോ യോഗേശ്വരായേ ഭവപാദമുഖ്യം. അങ്ങയെപ്പോലുള്ള സജ്ജനങ്ങളിൽ നിന്ന് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, മനസ്സിനെ ഉയർത്താനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങൾ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. സവൈ മഹാഭാഗവത പരീച്ചിൽ ഏനാപവർഗാജ്ഞമവഭ്രബുദ്ധി ജ്ഞാനേന വയ്യാസകി ശബ്ദിതേനാം ബേജേ ഗഗേന്ദ്ര ധ്വജപാദമൂലം. പരീക്ഷിത്ത് മഹാരാജാവ് അന്ന് കലിയെ വിട്ടുകൊണ്ട് പിന്നീട് അവിവേകം കൊണ്ട് കലിയുടെ പിടിയിൽപ്പെട്ടപ്പോൾ ആ മഹാരാജാവിനെ കലിബാധയിൽ നിന്നും ഉയർത്തിയ ശ്രീശുക ബ്രഹ്മർഷിയുടെ ആ വാക്കുകളാകുന്ന ഭാഗവതത്തെ അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ സുഹൃതികളായതുകൊണ്ടല്ലേ. തന്നപ്പരം പുണ്യം അസംവൃതാർത്ഥമാഖ്യാനം അത്യദ്ഭുത യോഗനിഷ്ഠം ആഖ്യാന്യനന്താചരിതോപന്നം പാരീക്ഷിതം ഭാഗവതാഭിരാമം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പരീക്ഷത്തിന് വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുത്ത ആ ഭാഗവതത്തെ ഞങ്ങൾക്ക് ആഖ്യാഹി പറഞ്ഞു തന്നാലും. ഇന്നിവിടെ ശൗനകാദികള് ആരോട് പറയുന്നു? ഈ ഭാഗവതം എന്ന് പറയുന്നത് ശൗനക സൂത സംവാദമാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോ മഹർഷി പറയണം, അഹോ വയം ജന്മബുദ്ധോദ്യഹാസ്മാം വൃദ്ധാനവൃത്യാഭിവിലോമജാതാം ദൗഷ്കൊല്യമാധിം വിദനോതി ശീക്രം മഹത്തമാനാഭിധാനയോഗാം. നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളെ കിട്ടി, നിങ്ങളെപ്പോലുള്ള ആളുകളോട് ഈ ഭാഗവതത്തിന്റെ മഹിമ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളെപ്പോലുള്ള ധന്യാത്മാക്കളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ പരമമായൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അഭിധാനയോഗ, നിങ്ങളെപ്പോലുള്ള ആളുകളോട് എനിക്ക് സംസർഗമുണ്ടായില്ലേ, അതൊരു വലിയ കാരുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഹദാബിയൽ പാദനകാവസൃഷ്ടം ജഗൽവിരിഞ്ചോപഹൃദാർക്കണാംബാം ശേഷംബുനാത്യന്യതമോ